പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു സക്കേവൂസിനോട് ഈശോ പറഞ്ഞത്. സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനി, അധികാരമുള്ളവൻ, ജനത്തെ പിഴിഞ്ഞ് ഹീനമായ വഴികളിലൂടെ വലിയ സമ്പന്നനായവൻ, ജനങ്ങൾ അസൂയയോടെ വെറുക്കുന്നവൻ. അവനെ ശിക്ഷിക്കേണ്ടതിനു പകരം അവൻ്റെ വീട്ടിലേക്ക് ദൈവം കടന്നു ചെന്നു. കാരണം സക്കേവൂസിലും നന്മയുണ്ടായിരുന്നു. സക്കേവൂസ് യേശുവിനെ അത്ഭുതത്തോടെ കേട്ടു കണ്ടു. സക്കേവൂസിൽ മറിഞ്ഞിരുന്ന നല്ല ആഗ്രഹങ്ങളെ പ്രതി അവനെ രക്ഷിക്കാൻ കർത്താവ് ചെന്നു. നല്ലവനായ യേശുവിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യം അവനിലെ മാനുഷിക ഗുണങ്ങളെ, നന്മകളെ പ്രകടമാക്കാൻ നിർബന്ധിച്ചു. അവൻ യേശുവിനെ ഭവനത്തിലേക്ക് വലിയ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈശോയുടെ സാന്നിധ്യാനുഭവം സക്കേവൂസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. തൻ്റെ തെറ്റായ വഴികൾ വിട്ടുപേക്ഷിക്കാൻ, എല്ലാറ്റിനും പ്രായശ്ചിത്തം പരിഹാരം ചെയ്ത് ശരിയായത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം സമൂഹം കേൾക്കെ യേശുവിനോട് ഏറ്റുപറഞ്ഞു. കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ദൈവമക്കളെ, സക്കേവൂസിന് ലോകപ്രകാരം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ യേശുവോടൊത്ത് പുതിയ ജീവിതം ആരംഭിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് രക്ഷകൻ പറഞ്ഞത്. അതുവരെ രക്ഷയില്ലായിരുന്നു. ഇന്ന് നമ്മോടും അത് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു. വിട്ടുപേക്ഷിക്കേണ്ടത് വിട്ടുപേക്ഷിക്കാം, പ്രായശ്ചിത്തം ചെയ്യാം, പരിഹാരം അനുഷ്ഠിക്കാം. തിന്മയെ തകർത്ത് പാപിയെ രക്ഷിക്കുന്ന ഈശോ നമ്മുടെ ഭവനങ്ങളിലേക്കും കടന്നു വരും. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.